നമസ്കാരം. മാർച്ച് 11 തിങ്കളാഴ്ച ചന്ദ്രൻ മീനത്തിന്റെ രാശിയിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപാദ തിഥി കൂടിയാണ് കഴിഞ്ഞു പോയത്. ഈ ദിവസം ശുക്ലയോഗത്തിന്റെയും ഉത്രട്ടായ നക്ഷത്രത്തിന്റെയും ശുഭകരമായ സംയോജനവും നടന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ രൂപം കൊള്ളുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഐശ്വര്യയോഗങ്ങളുടെ ഗുണം ഈ രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തൊഴിൽ രംഗത്ത് ഏറ്റവും പുരോഗതി ഉണ്ടാകുന്ന സമയം തന്നെയാകുന്നു. ജാതകത്തിൽ ചന്ദ്രദേവന്റെ സ്ഥാനം ശക്തിപ്പെടുകയും മഹാദേവന്റെ കടാക്ഷം ലഭിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസം തന്നെയാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയത്തും ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം മാധുര്യം വന്നു ചേരുന്ന സമയമാകുന്നു. അതിനാൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കഠിനാധ്വാനവും അതേപോലെ ആത്മാർത്ഥതയും പരിശ്രമവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായ ദിവസങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരത്തിലുള്ള ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രധാനമായും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ ദിവസം തന്നെയാണ്. കർക്കിടകം രാശിക്കാർക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസം തന്നെയാണ് ഇത്. കുടുംബത്തിലെ ആരുടെയെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വ്യക്തികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം തന്നെയാണ് ഇത്. ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുകൂലമായ ചില കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് സംതൃപ്തി, സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തയ്യാറെടുക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും മികച്ച വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അതിനുള്ള അടിത്തറ പാകുവാൻ സാധിക്കും. ദീർഘകാലമായി നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം അതിന് അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക. ഭാവിയിൽ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് ഇത് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, തുലാം രാശിക്കാർക്ക് ഈ സമയം വളരെയധികം ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഈ സമയം വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസം ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നതായ ദിവസമാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭിനിവേശമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയകരമായി ചെയ്യുവാനും തന്മൂലം പ്രശംസ നേടുവാനോ അഭിനന്ദനങ്ങൾ നേടുവാനോ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല ജോലികളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ജോലികളുണ്ട് എങ്കിൽ ആ ജോലികൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ, പ്രശംസ നേടുന്ന രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം. പരമശിവന്റെ കൂടി അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. പല ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം
വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയത് പഠിക്കുവാനുള്ള അവസരമോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ പ്രശസ്തി, സ്വീകാര്യത തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രശസ്തി വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു, അഥവാ പ്രശസ്തി വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അഥവാ ഈ ദിവസം നിങ്ങൾക്ക് മികച്ചതായി തീരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. പുതിയ ചില ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ സാമ്പത്തികപരമായ ചില പ്രയാസങ്ങളുണ്ട് എങ്കിൽ, ദുരിതങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമാണ് ഈ സമയം എന്ന കാര്യം ഓർക്കുക. വളരെ കാലങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെയോ കാണുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങളോ അല്ലെങ്കിൽ പല ഓർമ്മപ്പെടുത്തലുകളോ ആകാം. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രത്യേകിച്ചും സമാധാനവും ഐക്യവും സന്തോഷവും മെച്ചപ്പെടുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇന്നേ ദിവസം വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് മികച്ച ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബത്തിലെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നിരുന്നാൽ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായി തന്നെ പറയാം. ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ദിവസം. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസം ജീവിതത്തിലേക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ വിശ്വാസം പ്രകടമാക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വ്യക്തികളോ സഹപ്രവർത്തകരോ ആയി ബന്ധപ്പെട്ട് പ്രശംസ ലഭിക്കാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാണ് എന്ന് തന്നെ പറയാം. തന്മൂലം ഇന്നേ ദിവസം വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. മറ്റുള്ളവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ താല്പര്യം തന്നെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വരും. ചില വ്യക്തികളെ സഹായിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. അത് ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ പ്രണയ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ, കുടുംബ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രത്യേകിച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ഇന്നേ ദിവസം വിവാഹവുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ കാര്യങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. ഭാവിയിൽ മികച്ചത് എന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഫലങ്ങൾ നൽകുന്ന ചില കാര്യങ്ങൾ, ചില നിക്ഷേപങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില കരാറുകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. പുതിയ വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം അല്പം കൂടുതലാകുന്നു. എല്ലാ ആഗ്രഹങ്ങൾ നടക്കില്ല, എന്നിരുന്നാൽ പോലും ചില ആഗ്രഹങ്ങൾ ഇന്നേ ദിവസം നടക്കാനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഇന്ന് പ്രത്യേകിച്ചും പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.